ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കപ്പയും മുട്ടയും ഉപയോഗിച്ച് ഒരു അടിപൊളി ഐറ്റമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. 1 കിലോ കപ്പ ചെറുതായി കട്ട് ചെയ്തതാണ്. അതിലേക്ക് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുക. ഇതിലേക്ക് 3 മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു പിടി മല്ലിയിലയും കൂടി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. കോഴിമുട്ട നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പൊരിച്ചെടുക്കാനുണ്ട്. കപ്പ എല്ലാം നന്നായി വെന്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് മുട്ട പൊരിച്ചെടുക്കാനുണ്ട്. ഇപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാം. മുട്ട നമുക്ക് നന്നായി ഉടച്ചെടുക്കണം. ഞാൻ ചീകിയെടുക്കാനുണ്ട്. മുട്ടയെല്ലാം ചീകി എടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് ആവശ്യം. ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. കപ്പെല്ലാം വെന്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. മുഴുവൻ കപ്പയും വെള്ളത്തിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട്. ഉരുളി അടുപ്പത്ത് വെക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി വരുമ്പോൾ നമ്മൾ ചെറുതായി അരിഞ്ഞെടുത്ത സവാളയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. സവാളയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച കപ്പ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. കപ്പ ഒന്ന് ഉടച്ചിട്ട് വേണം എടുക്കാനായിട്ട്. നല്ലവണ്ണം ഉടച്ചെടുക്കണം. ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ലവണ്ണം ഉടച്ചെടുക്കണം. അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് ഉടച്ചെടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് കപ്പ സോഫ്റ്റായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ കപ്പ മുഴുവനായിട്ടും നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊരിച്ചു മാറ്റി വെച്ച മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കപ്പയും മുട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രുചിയാണ് ഇതിന്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിന് മുകളിലായിട്ട് കട്ട് ചെയ്ത് വെച്ച സവാളയും കൂടി ഒന്ന് ഇട്ട് കൊടുത്താൽ സംഗതി അടിപൊളിയായി. അല്പം മല്ലിയിലയും ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഈ മല്ലിയിലയും പച്ച സവാളയും കൂടി ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു രസമാണിത്. അല്പം പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുക. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആ കപ്പയും മുട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണിത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.